MG യൂണിവേഴ്സിറ്റിയിലെ പാറ്റയുടെ ചിത്രമുള്ള ഫ്ലെക്സിനെ എതിർത്ത് VC. സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയിൽ രാഷ്ട്രീയം അനുവദിക്കില്ലെന്ന് VC. MG യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തുന്ന നാഷണൽ കോൺഫറൻസിന്റെ പ്രചാരണാർത്ഥം സ്ഥാപിച്ച ഫ്ലെക്സാണ് വിവാദമായിരിക്കുന്നത്. ഫ്ലെക്സ് എത്രയും വേഗം എടുത്തു മാറ്റണമെന്ന് വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ്, നോക്കൂ, ഈ പാറ്റകളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുള്ള സംഘപരിവാറിന്റെ ആ ഒരു ഇഷ്ടക്കേടാണ് VCയുടെ ഈ പ്രതികരണത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പാറ്റയുടെ ഒരു ചിത്രം വെച്ചതുകൊണ്ട് എന്താണ് മാറുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? MG യൂണിവേഴ്സിറ്റി സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുന്നുവെന്ന് നേരത്തെ തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് ബലം നൽകുന്നതാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള പുതിയ വിവാദം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പാറ്റകൾ സംഘടിച്ചപ്പോൾ അത് ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് വരെയാണ് വഴി തുറന്നത്. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും പാറ്റകളെ ഭയക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിൽ MG യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ അഭിനവ് നമുക്കിപ്പോൾ ചേരുകയാണ്. അഭിനവ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കും. അഭിനവ്, എന്താണ് പുതിയ വിവാദത്തിന് പിന്നിൽ? പുതിയ വിവാദത്തിൽ നമുക്ക് ഈ ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെ യൂണിവേഴ്സിറ്റി യൂണിയൻ സംഘടിപ്പിക്കുന്ന നാഷണൽ കോൺഫറൻസ് MG യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വെച്ച് നടക്കുക. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പ്രചരണങ്ങളും കാര്യങ്ങളും നടത്തുന്നുണ്ട്. പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ബോർഡുകളിലാണ് ഇപ്പോൾ പാറ്റകളെ വെച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം തുടങ്ങുന്നത്. ആ ബോർഡുകളിൽ പാറ്റകളുടെ ചിത്രമുള്ളതാണോ VCക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നത്? ആണ് പ്രശ്നം, പാറ്റകളുള്ളതാണ് പ്രശ്നം. അതായത് ഈ പാറ്റകൾ വെച്ചതിപ്പോൾ ഇതിനു മുമ്പ് ഈ കുറച്ച് ഓൺലൈൻ പോസ്റ്ററുകൾ ഇറക്കിയായിരുന്നു. ഓൺലൈൻ പോസ്റ്റർ ഇറക്കിയപ്പോൾ തന്നെ പറഞ്ഞു യൂണിവേഴ്സിറ്റി ഓർഡർ വന്നു. യൂണിവേഴ്സിറ്റി ലോഗോ പോസ്റ്ററുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ മുതൽ പെർമിഷൻ മേടിക്കണം. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കക്ഷി രാഷ്ട്രീയവും ഈ പറയാൻ പാടില്ല പോസ്റ്ററിൽ, എന്നെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. ഇതൊന്നും ഈ ബോർഡുകളിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഒരു കക്ഷി രാഷ്ട്രീയം അതിൻ്റെ ഉള്ളിലില്ല, ഒരു യൂണിവേഴ്സിറ്റി ലോഗോ വെച്ചിട്ടില്ല, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഇതിൽ വെച്ചേക്കുന്നത് ഒരു ഷൂ അതിൻ്റെ താഴെ ഒരു പാറ്റ നിവർന്ന് നിൽക്കുന്നു. ഷൂവിന് ഒരു രാഷ്ട്രീയം ഉണ്ടല്ലേ? ആ ഷൂവിന് രാഷ്ട്രീയമുണ്ട്. ഒരു അധികാരവർഗത്തെ സൂചിപ്പിക്കുന്നതാണ് ഷൂ. അതിൻ്റെ താഴെ നിൽക്കുന്ന പാറ്റകൾ വിദ്യാർത്ഥികളാണ്. ഈ വിഷയങ്ങൾ വന്നറിയാലോ, ഒരു കോടതിയുടെ ഏറ്റവും ഉയർന്ന ഘടകത്തിലെ ആൾ പറയുകയാണ്, വിദ്യാർത്ഥികളെല്ലാം അല്ലെങ്കിൽ യുവജനങ്ങളെല്ലാം ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരാണ് അങ്ങനത്തെ ആളുകളാണെന്ന് പറയുമ്പോൾ ആ പാറ്റകളെ സിംബോളിക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ പാറ്റകളാണ് വിദ്യാർത്ഥികളെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ബോർഡ് വെച്ചേക്കുന്നത്. 12 മണിക്കകം ബോർഡ് എടുത്ത് മാറ്റണമെന്നായിരുന്നു VCയുടെ ഉത്തരവ്. ഇപ്പോൾ സമയം 1:15 കഴിഞ്ഞു. നിങ്ങൾ ബോർഡ് എടുത്ത് മാറ്റി? നമ്മളെടുത്ത് മാറ്റിയിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് മെയിൽ അയച്ച് അറിയിച്ചും ചെയ്തിട്ടുണ്ട് നമ്മൾ എടുത്ത് മാറ്റില്ല. കാരണം എന്തൊക്കെയാണ് ആ വന്ന മെയിൽ നമ്മൾ റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി യൂണിയൻ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പാറ്റകൾ നിറഞ്ഞ ബോർഡുകൾ ഇവിടെ ഉയരുമോ? ഇനി പാറ്റകൾ മാത്രമല്ല, ഈ രാജ്യത്ത് നടക്കുന്ന ലോകത്ത് നടക്കുന്ന മുഴുവൻ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ ബന്ധപ്പെട്ടും നമ്മൾ ബാനറുകൾ ഉയർത്തും. അത് പറയുന്നത് നമ്മളെല്ലാം വിദ്യാർത്ഥികളാണ്, നമ്മളെല്ലാം വിദ്യാർത്ഥി പക്ഷം നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പിന്നെ ആരാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക? സിന്ധൂരി, വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അഭിനവ് വ്യക്തമാക്കുന്നത് ഇവിടെ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. ആ സെമിനാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരണ ബോർഡുകളിലാണ് പാറ്റയുടെ ചിത്രം സ്ഥാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഷൂവിൻ്റെ അധികാരവർഗത്തെ സൂചിപ്പിക്കുന്ന ഷൂവും ഒപ്പം തന്നെ നിലവിലത്തെ സമകാലിക വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പാറ്റയുടെ ചിത്രവും. ഇതിനെ തുടർന്നുള്ള വിവാദമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുന്നത്. അത്തരം ബോർഡുകൾ എടുത്തു മാറ്റണമെന്നുള്ളതാണ് വൈസ് ചാൻസലറുടെ നിർദ്ദേശം. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ നിലപാട്. കൂടുതൽ ബോർഡുകൾ 3 മണിയോടുകൂടി സ്ഥാപിച്ച് ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. സിന്ധൂരി.